യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 25-26 വചനവും. യോഹന്നാൻ 4:25-26. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഈ വചനത്തില് 25-ാം വചനത്തില് ഈ സ്ത്രീ അവളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. 26-ാം വചനത്തിൽ ഈശോയുടെ പഠനത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ സ്ത്രീ വിശ്വാസം പറയുന്നത് വരുമെന്നും വരുമ്പോൾ എല്ലാ കാര്യം അറിയിക്കുമെന്നും പറയുന്നു. ഈ സ്ത്രീക്ക് ഈ അറിവ് എവിടുന്ന് കിട്ടി? ഇവള് മോശയുടെ പുസ്തകത്താൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മകളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഇടയാകുന്നത്. ഉൽപ്പത്തി 49:10. ചെങ്കോൽ യൂദായെ വിട്ടുപോകയില്ല, അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. യോഹന്നാൻ 4:26 വായിക്കും. യോഹന്നാൻ 4:26. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഇവിടെ ഇവളിലുള്ള ദൈവ അവബോധത്തെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ സാന്നിധ്യത്തിൽ ഇവളിലുള്ള ദൈവിക വശത്തെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ദൈവികമായിട്ടുള്ള ആൾക്കാരായിട്ട് ഇടപെടുകയാണെങ്കിൽ ദൈവിക കാര്യങ്ങൾ വെളിപ്പെട്ടു വരും. ഇനി ഒരു തിന്മ നിറഞ്ഞ വ്യക്തികളായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ തിന്മയുടെ അംശം നമ്മളിൽ നിന്ന് വരും. അതിനുള്ളൊരു വചനം പ്രഭാഷകൻ 13:1. കീൽ തൊട്ടാൽ കറ പറ്റും, അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാണ്. ഇവളിലുള്ള ഒരു സിംപ്ലിസിറ്റിയാണ് കർത്താവിലേക്ക് നയിക്കപ്പെട്ടത്. നമ്മൾ എത്രമാത്രം സിമ്പിളായിരിക്കുന്നോ അത്രമാത്രം നമ്മളിലേക്ക് ജ്ഞാനം വരും. ജ്ഞാനം 6:13. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ. നിയമാവർത്തനം 18:18 കേട്ടോ. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. അപ്പൊ ഈ ഒരു 2 കാരണത്താലാണ് മിശിഹായെ കുറിച്ചുള്ള ബോധ്യം അവൾക്ക് ഉണ്ട്. ഈ ബോധ്യം ഈശോയുടെ സാന്നിധ്യത്തിലാണ് വെളിപ്പെട്ടു വരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഒരു ദൈവിക മനുഷ്യരുടെ അടുത്ത് ഇടപഴകുമ്പോഴാണ് നമുക്ക് വെളിപ്പെടുത്തലുകൾക്ക് തന്നെ കാത് തുറക്കപ്പെടുന്നത്. യോഹന്നാൻ 14:21. യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഈശോ പക്ഷേ യഹൂദർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. യഹൂദരും ഇതേ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ 10:24. യോഹന്നാൻ 10:24. യഹൂദർ അവന്റെ ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. എന്തുകൊണ്ട് ഈശോ അവരോർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല? കാരണം അവരുടെ ഉദ്ദേശം ശരിയായിരുന്നില്ല. ട്രാപ്പ് ചെയ്യാനായിരുന്നു അവരുടെ ഉദ്ദേശം. മത്തായി 22:15. മത്തായി 22:15. അപ്പോൾ ഫരിസേയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാം എന്ന് ആലോചന നടത്തി. ഈ ഒരു കാര്യം നമ്മൾ ആത്മീയ വളർച്ചയിൽ, വചനത്തിലുള്ള വളർച്ചയിൽ, കൗൺസിലിംഗ് കൃപയിലുള്ള വളർച്ചയിൽ, വിമോചന ശുശ്രൂഷയുടെ വളർച്ചയിൽ അറിഞ്ഞിരിക്കണം. എല്ലാം എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. വചനമുണ്ട്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം നഷ്ടപ്പെടും, അതായത് കൃപ നഷ്ടപ്പെടും. പ്രഭാഷകൻ 8:19. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം.
ഈ സന്തോഷം നഷ്ടപ്പെടുന്നത് നമ്മുടെ വ്യർത്ഥമായ സംഭാഷണങ്ങളിലൂടെയാണ്. പ്രഭാഷകൻ 19:7-8. പ്രഭാഷകൻ 19:7-8. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപം ആവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത്. പ്രഭാഷകൻ 19:10. 19:10. കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ, ധൈര്യമായിരിക്കുക, നീ പൊട്ടിത്തെറിക്കുകയില്ല. പ്രഭാഷകൻ 19:6. പ്രഭാഷകൻ 19:6. വ്യർത്ഥഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. ഈ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ഈ വ്യർത്ഥ ഭാഷണം, അതുപോലെ ഇതിലൂടെയാണ് രഹസ്യങ്ങൾ ചോർന്നു പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് വീണ്ടും നമ്മളോട് എഫേഷ്യൻസ് 5:4 പറയുന്നത് വ്യർത്ഥ ഭാഷണം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. എഫേഷ്യൻസ് 5:4. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. ഈ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത് എന്ന് പറയാൻ കാരണം, അതായത് വചനത്തിൻ്റെ രഹസ്യം എല്ലാവരോടും പറയരുത്, കൗൺസിലിംഗ് രഹസ്യം പറയരുത്, വിമോചന ശുശ്രൂഷ രഹസ്യങ്ങൾ പുറത്ത് പറയരുതെന്ന് പറയാൻ കാരണം കേൾക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട്. 1 കൊരിന്തോസ് 2:14. 1 കൊരിന്തോസ് 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഈശോ ഈ മകൾക്ക് റിവീൽ ചെയ്യുന്നതും വന്ന പാടി എല്ലാ കാര്യങ്ങളും പറയല്ലേ ചെയ്തത്. ഒരു പുതിയൊരാൾ വരുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ആത്മീയ രഹസ്യത്തിൻ്റെ ടോപ്പ് കാര്യങ്ങളൊന്നും പറയരുത്. അവരാദ്യം മനസ്സിലാക്കി ആ റേഞ്ചിലാണ്, ഡിഗ്രി ബൈ ഡിഗ്രി എന്ന് പറയുന്നത് ഈശോ പഠിപ്പിക്കുന്ന രീതി. ആദ്യം ഒരു യഹൂദൻ എന്ന നിലയ്ക്കാണ് അവളുടെ മുമ്പിൽ വന്നത്. അപ്പോൾ അവളുടെ ആ യഹൂദരോടുള്ള ഒരു വെറുപ്പും കാര്യങ്ങളും അവൾ പ്രകടിപ്പിച്ചു, ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ നമ്മുടെ അടുത്ത് നമ്മളൊരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, വചനം പറയാൻ പോകുമ്പോൾ ആദ്യം ഒഴിവാക്കപ്പെടും, അത് നേരിടണം. രണ്ടാമത്തത് പ്രവാചകനായിട്ടാണ് വരുന്നത്. യഹൂദൻ പ്രവാചകനാവുകയാണ്. അപ്പോൾ പ്രവാചകനിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അവളെ പ്രവാചകൻ എന്ന നിലയ്ക്ക് ശാസിക്കുന്നു. പിന്നെയാണ് മൂന്നാമത്തെ തലത്താണ് മിശിഹ ആയിട്ട് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അവൾ ആരാധിക്കുന്നു. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴും യഹൂദരായി കണക്കാക്കപ്പെടും, പ്രവാചകനായി കണക്കാക്കപ്പെടും, മിശിഹായുടെ സ്വന്തമാണെന്ന് അറിയും. ആ ആരാധന മുഴുവൻ നമുക്കല്ല ഈശോയ്ക്ക് കൊടുക്കണമെന്നും പഠിപ്പിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യവും അതുപോലെ തന്നെ വളരേണ്ട കാര്യം. പ്രൈസ് ദ ലോർഡ്.